ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈദ് മുബാറക്. അങ്ങനെ അൽഹംദുലില്ലാ നമുക്ക് ഇത്തവണ 30 നോമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് പെരുന്നാൾ മാസം കണ്ട് ഈ മാസം കാണാനൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ പെരുന്നാൾ തന്നെ. അപ്പൊ ഞങ്ങളത് മെയിലാഞ്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെ പെരുന്നാൾ തുടങ്ങാൻ പോണേ. മെയിലാഞ്ചി ഇതിന്റെ ഫസ്റ്റ് പരീക്ഷണമാണ്. ജീവിതത്തിൽ ഇതുവരെ ആരും ഇത്ര ധൈര്യമായിട്ട് എന്റെ മുന്നിൽ മെയിലാഞ്ചി ഇടാൻ വേണ്ടി കൈ നീട്ടി തന്നിട്ടില്ല. പിന്നെ ഇത് സ്വന്തം മക്കളായതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ എന്നുള്ളൊരു ഉറപ്പിൽ ഞാനിതാ ഒരു പരീക്ഷണം കുത്തബ് മിനാർ നടത്തിയിട്ടുണ്ട്. കണ്ടോ, രസണ്ടാ? ആദ്യത്തെ കയ്യാണ് പേടിക്കണ്ട. എന്താ ഇനിയിപ്പൊ ഈ കൈയിന്റെ പരീക്ഷണം തോറ്റാ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആ കൈ എടുക്കും. ആ കൈ തോറ്റാ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കൈ എടുക്കും. കണ്ടിട്ട് പെണ്ണെന്നാ പറയുന്നത്. എല്ലാ കൈയും തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ക്യാമറ കൈ എടുക്കും. അപ്പം അങ്ങനെ നമ്മൾ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ തലേന്നാണ് ഞങ്ങളിതപ്പോൾ മെയിലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് ഓരോരുത്തർക്ക് വിളിക്കണം, വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അപ്പം എന്തായാലും നാട്ടിലും ഇവിടെയും ഇത്തവണ ഒരുമിച്ചാണല്ലോ പെരുന്നാൾ എന്നുള്ള സന്തോഷം കൂടി ഉണ്ടല്ലോ. അപ്പം എന്തായാലും എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറയുക. ഞങ്ങൾക്ക് എന്തായാലും ഇത്തവണത്തെ പെരുന്നാൾ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നാട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഫസ്റ്റ് പെരുന്നാളും കൂടിയാണ്. അപ്പോൾ ഖത്തറിലെ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് വരാം. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. 2 കൈകൾ ആദ്യമായിട്ടാണ് ഇത്ര ധൈര്യത്തോടൊക്കെ 2 കൈകൾ മുന്നേക്ക് നീട്ടി തരാം. മൈലാഞ്ചി അമ്മ ചോദിച്ചേ എന്താ വിശേഷം, എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ടാ. അപ്പൊ ഇവര് പറഞ്ഞേ സുഖാണ്. അപ്പൊ അമ്മ പറയും ഗുഡ്, എന്താണ് വെരി ഗുഡ്. അപ്പൊ വെരി ഗുഡ് എന്ന് പറഞ്ഞ അല്ലീന്ന് പറയാ അതെന്തായാലും നന്നായി. ഇവിടെ ഫിനൂട്ടൻ ഒമാൻ ചിപ്സും തിന്നുകൊണ്ട് നമുക്കുള്ള കോവക്ക, നാളെ ലഞ്ചിനുള്ള കോവക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളവൊക്കെ കറക്റ്റ് ആയിക്കോട്ടെ കേട്ടാ. എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാണ് ഗൈസ്. ഇത് നല്ല ഭംഗിയിൽ ചെയ്ത പെട്ടെന്ന് തീർത്താ ഞാൻ അടുത്ത പണി തരാം. എല്ലാം വേഗം തീർക്കടാ. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. എവിടെ ഡ്രസ്സ് കാണിച്ചു കൊടുത്താ? ഒക്കെ ഉറക്കം ഒഴിഞ്ഞിട്ടുള്ള ഇതിലാണ്. അവിടെ എന്താണ് അങ്ങനെ ഇതാ ഞങ്ങൾ കുളിച്ച് പുതിയ പെരുന്നാൾ കുപ്പായൊക്കെ ഇട്ട് ഇപ്പോൾ പള്ളിയിൽ പോവാണ് കേട്ടാ. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പുലർച്ചെ 5:30ക്കാണ് നിസ്കാരം. ഞങ്ങൾ 5:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നാലും കണ്ടില്ല, നല്ല പകല് വെളിച്ചം പോലെ ഉണ്ട് കേട്ടാ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനും ആറ്റും ബബുലും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടാ, എങ്ങനെയുണ്ട് എന്ന് അറിയാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം ബ്ലോക്കാണ് കേട്ടോ, കണ്ടില്ലേ. പെരുന്നാൾ നിസ്കാരത്തിന് ടൈം ആയപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാണ്ട് നിറഞ്ഞിക്കണം. അപ്പോൾ ഞാൻ എന്നെ നിൽഷനെയും കൂടി ഇവരിവിടെ ഇറക്കി തന്നിട്ട് അവരെവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ അതിന് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളി മൊത്തവും. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളെ ആ ഏരിയയിലേക്ക് ഞാനും നിൽഷയും കൂടി ആറ്റനും ബബുലുവിനെയും കൊണ്ടിട്ട് പോയിട്ടാ. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയ വിശേഷങ്ങളാണ് കാണുന്നത്. ഇവിടെ നിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ ഓരോ അറബി വീട്ടിൽ നിന്നാ തോന്നുന്നു സ്വീറ്റ്സും അതുപോലെ മക്കൾക്ക് ചോക്ലേറ്റ്സും ഒക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സംഭവം ഉണ്ടായിട്ട് ആറ്റനും ബബുലിനെയും കണ്ടപ്പോൾ ഓരോ അറബി താത്ത വന്നിട്ട് വാ മാഷാ അല്ലാഹ് നൈസ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം യു എന്ന് പറഞ്ഞിട്ടുണ്ട് നെൽഷനെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നേ ഇത് പാക കയ്യിൽ നിന്ന് പോയല്ലോ എന്ന്. നിങ്ങൾ ഉണ്ടോ നെൽഷാനോട് പോലെ ഉണ്ടെന്നാ പറഞ്ഞോ. പോയിട്ടില്ലല്ലോ. അതല്ലേ നമ്മളെ മലയാളം സാധാരണ പറയില്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയേണ്ടി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് അതിപ്പോ ഒരുമാതിരി അഭിപ്രായം പോയി. പള്ളി കഴിഞ്ഞ് എല്ലാവരും പോണ നോക്കുന്നുണ്ടാ. എന്തൊരു ഭംഗിയാണ്. എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് കണ്ട. മൊത്തം ഒരുപാട് മലയാളി ഫാമിലീസും ഒക്കെ ഉണ്ട്.
പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോ എടുക്കലില്ലാണ്ട് പിന്നെ എന്ത് പെരുന്നാൾ ആഘോഷമല്ലേ. അപ്പം ഞങ്ങളത് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഫിനൂട്ടനും ഇന്ത്യയും കിച്ചുവിൻ്റെയും കൂടെ നിന്നിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടാ. ഓനല്ലേ ഞങ്ങൾ ആദ്യത്തെ കൺമണി, പിന്നെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിന്റെ 4 ചൊത്തുമണികൾ കോട്ടയൊക്കെ ഇടുന്നുണ്ട്. ജുമായി കഴിഞ്ഞിറങ്ങിയപ്പോ നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോത്തിന്. അത് ശരി. ഒരു ഫോട്ടോ പോയിക്ക്. ഇത് ഞങ്ങൾ പള്ളി കഴിഞ്ഞ് നേരെ T10 വന്ന് ഡാറ്റും ബബ്ലും ഇതാ ബൂസ്റ്റും പഴംപൊരിയും കുടിച്ചുകൊണ്ടിരിക്കണോ. കിച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അവരും ഫാമിലി ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ 2 ഫ്രണ്ട്സുകളുടെ വീട്ടിലൊക്കെ പോയിട്ട് നേരെ പിന്നെ വീട്ടിലെത്തി. ഫുഡിൻ്റെ പരിപാടികൾ നോക്കണമല്ലോ, 3ാമത്തെ ചടങ്ങ് പിന്നെ അതല്ലേ. അങ്ങനെ ഞാനിന്ന് നാടൻ ഫുഡാണ് ഉണ്ടാക്കണം കേട്ടോ. കാരണം നോമ്പ് 30 ദിവസം ഞങ്ങൾക്ക് ചിക്കനും മട്ടനും മന്തിയും ബിരിയാണിയൊക്കെ ആയിട്ട് കിച്ചു നോമ്പ് 28-ന് തുടങ്ങിക്കണം. നമുക്ക് പെരുന്നാൾക്ക് സദാ ചോറ് കിട്ടും. ആദ്യത്തെ നമ്മളെ സദാ നാട്ടിലെ ചോറും കൂട്ടാൻ തിന്നാൻ പൂതിയാവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന കുറച്ച് നാടൻ ഐറ്റംസ് തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പം അതിൻ്റെ പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങളൊന്നും വല്ലാണ്ട് പറയണം കാണിക്കണമൊന്നുമില്ല കേട്ടാ. ഞാൻ എല്ലാം ആയതിന് ശേഷം കാണിച്ചു തരാം എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കിയത് റെഡിയാക്കിയെന്നൊക്കെ. കാരണം നമുക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ ഇറങ്ങാണ്ട് അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും പറയാനും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഫുഡൊക്കെ റെഡി ആയതിന് ശേഷം അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അങ്ങനെ നമ്മുടെ പെരുന്നാൾ ചോറും കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടിട്ടാ. ഇനി ഞാനിവിടെ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ സാധാ നാടൻ ചോറ്, അതിലേക്ക് കുമ്പളങ്ങയും തേങ്ങയും തൈരും ഒക്കെ പാടിയും ചേർത്തുണ്ടാക്കിയ നല്ല കറി, പച്ചക്കറി കറി, അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്, പിന്നെ കോവക്ക മെഴുക്ക് വരട്ടി, പിന്നെ എന്തുണ്ടാക്കി, പിന്നെ വെള്ളരിക്കയും പിന്നെ തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കറി. എന്താണ് കാളന, അതിനെന്താ സംഭവം പറയില്ലേ, പേര് കറിഞ്ഞിട, അതുണ്ടാക്കി. പിന്നെ നല്ല നാടൻ മത്തിയിട്ട് വെച്ച മുളക് കറി. കിച്ചുവിന് മത്തി നല്ല ഇഷ്ടം, അപ്പം മത്തി മുളക് ഇട്ടത്, അതുപോലെ പപ്പടം, അച്ചാറ്, അതൊക്കെ തന്നെ കേട്ടോ. ഇങ്ങനെ കൂടിയിട്ട് ഇനി എന്തായാലും ഞങ്ങൾ വയറ് നിറച്ച് പെരുന്നാൾ ചോറ് തിന്നിട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഒന്ന് പുറത്തിറങ്ങാനായിട്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം പായസം ഇവിടെ ആറ്റക്കും അവലൂക്കും കിച്ചുവിനൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം ആക്കി. അതാകുമ്പോൾ പിന്നെ ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. കുറച്ചീച്ച വിളമ്പി കൊടുത്താൽ മതി കേട്ടോ. പെരുന്നാൾ ചോറ് തിന്നല് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. അടുത്ത പരിപാടി വിരുന്ന് പോക്കാണ്. പിന്നെ ഇവിടെ ഖത്തറിൽ പിന്നെ നമുക്ക് വിരുന്ന് പോകാൻ പ്രത്യേകിച്ച് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഖത്താറിൽ പോയിട്ട് നമുക്ക് ഫയർ വർക്ക് കാണാമെന്ന്. കാരണം നാട്ടിൽ നമ്മളത് കണ്ടിട്ടുമില്ല. നമ്മൾ തൃശ്ശൂർ പൂരം കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് നമുക്ക് ഇവിടുത്തെ ഫയർ വർക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഖത്താറിൽ പോവാണ് കേട്ടോ. പിന്നെ മക്കളായിട്ടൊന്ന് പുറത്തിറങ്ങും ചെയ്യുക, കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് രാത്രിയിൽ ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് എന്നൊക്കെ കേട്ടിട്ടും വീഡിയോസിൽ കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നമുക്ക് ഖത്താരയിലെ ഫയർ വർക്ക് എന്നും കൂടി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഖത്താരയിൽ എത്തിയിട്ടാ. ഇനി നമ്മൾ ഫയർ വർക്ക് എങ്ങനെയാണെന്ന് അറിയണം. പക്ഷെ രാത്രിയാണ് കേട്ടോ തുടങ്ങുക. 8-9 മണി ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ഏകദേശം നിറയാറായിട്ടുണ്ട്. കാരണം ഒരുപാട് വണ്ടിയോളം. അപ്പം ഞാൻ പറയാം എത്രയോ ആൾക്കാരാവില്ല എത്ര വണ്ടിയോളാന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം ഇതൊന്നല്ല, ആളും വണ്ടിയോളൊക്കെ കാണാൻ കിടക്കണുള്ളൂ, രാത്രി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്ത ഇവിടെ നല്ല കളിക്കാനോട് അറിയില്ലേ, ഞാൻ പറഞ്ഞത് എടുക്കണ്ടെന്നല്ല. ഓടവിടുന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ബോള് എടുത്ത് നടക്കാൻ പറ്റുമോ വെച്ചാൽ എടുത്തോ, ഉമ്മച്ചി പിടിച്ച് നടക്കൂലെന്നാ ഞാൻ പറഞ്ഞത്. എടാ ചക്ക എഴുതിയിൽ അന്വേഷിച്ചല്ലോ. അത് നല്ലൊരു ഇതാണ്. നിരാഹാര സമരം ഇവിടെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫയർ വർക്ക് കൂടാതെ തന്നെ. അപ്പം എല്ലാം കാണാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ബീച്ച് സൈഡിലാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറമായിട്ട് കളിക്കുന്ന കുറേ പ്ലേ ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പം മക്കളെ കണ്ണിൽ ഇപ്പം അതാ പെട്ടത്. അപ്പുറത്ത് കണ്ടുകിടാണ്ട് നോക്കി ഓ പറഞ്ഞുതരാം. അപ്പുറത്ത് കാണപ്പുറത്തേക്ക് അതെന്താടാ, അതെന്താണ് റിസോർട്ടോടാ? എന്തുവാ? അത് അടിപൊളി പ്ലേ ഏരിയാസ്.
പറഞ്ഞില്ലേ മഴ പെയ്യണ്ടോ? അത് ഐസ്ക്രീം അത് വാങ്ങിച്ചോ? നേരെ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അപ്പം പറയായിരുന്നു മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്താവുകയാണാവോ എന്നൊക്കെ. ഞങ്ങളിതേ പോണ വഴിക്ക് ഐസ്ക്രീമും അതുപോലെ പൊട്ടാറ്റോ റോൾസും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലത്തെ ഇത് നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റിനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. ചീസും അതുപോലെ എന്തൊക്കെ സ്പെഷ്യൽ മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രിയാവും തോറും ഇതൊക്കെ കണ്ടില്ലേ, ഫുൾ ലൈറ്റും കാര്യങ്ങളും ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനിട്ടാ. അപ്പുറം ഇപ്പുറം നമുക്ക് ഏത് ഭാഗത്തേക്ക് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ബീച്ച് സൈഡാണ് കണ്ടില്ലത്. ബീച്ചിന്റെ സൈഡിൽ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളും അതുപോലെ ബീച്ചിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫയർ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് കഴിഞ്ഞ് ഫയർ വർക്ക് നടക്കുന്ന ഏരിയക്ക് എത്തുമ്പോൾ ഒരു സംഖ്യ എത്താനുണ്ട് കേട്ടോ. ഈ കണ്ട സ്ഥലങ്ങൾ മൊത്തം ഇത് കണ്ട് തീർത്തിട്ട് തിരിച്ച് നടക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. എന്നാലും വേണ്ടിയില്ല, രസമല്ലേ, പെരുന്നാളൊക്കെ അല്ലേ, കുറച്ചൊക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചതാ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവിടുന്നൊക്കെ കൊട്ടും ബെയ്ത്തും ഇത് കണ്ടില്ലേ. ഈ ജനക്കൂട്ടത്തിരക്ക് എന്തിനാന്ന് അറിയാം നിങ്ങൾക്ക്. ഇവിടെ അറബികൾ ഇങ്ങനെ മക്കൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചെറിയ ചെറിയ മക്കളും വലിയ മക്കളും ഒക്കെ കുത്തി തിരക്കി പോയി ഗിഫ്റ്റ് വാങ്ങിക്കുക. പക്ഷെ നമുക്കത് നടക്കൂല. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഓരോരോ കുട്ടികളുള്ളൂ. ഞങ്ങൾക്ക് 4 ആളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഏതിനെങ്കിലും ഒന്നിനെ മിസ്സാവും. ഇവിടെ നല്ല പാട്ടും ഡാൻസും ബാൻഡടിയും മ്യൂസിക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഗിഫ്റ്റ് വാങ്ങി പോകണോക്കി ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ എത്ര കുട്ടികളെ കാണാതായിട്ട് തന്നെ കുറേ കുട്ടികളെ അതിൽ കൂടി ഒക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തെരച്ചിലും മറിച്ചിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ മക്കളെ ഒരു പാത്ത് ഒതുക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഗിഫ്റ്റ് പറഞ്ഞു പപ്പയുടെ കുട്ടികൾക്ക് പപ്പ മേടിച്ചെൻ്റെ ഗിഫ്റ്റ് ഇങ്ങോട്ട് പോരി മക്കളെയോ പറഞ്ഞു. അങ്ങനെ ഇതവിടെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. അപ്പോഴാണ് ഇതിവിടെ കണ്ടില്ലേ ഒരു മോഡലിനെ ഇരുത്തിയിട്ട് ഇവിടെ ഒരാളിത് ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അത് കണ്ടില്ല അവിടെ ഇരിക്കുന്നത്, അതിനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല പല പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അറബിക് വേർഷൻ അടിയത് على الدية يا محلى صوت التحية. സംഭവം കാണാനും കേൾക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നിന്ന് കാലിൻ്റെ ഞെട്ടും പൂട്ടി ഇളകി പോരാത്തതിന് മക്കളെ പിടിച്ച് വലിയ അതും ഇതും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അവിടെ മക്കളെയും കൊണ്ട് പണ്ടിട്ട് അവിടെ ഇരുന്ന് പിന്നെ ഒരു സമാധാനം. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കണുണ്ട്. ഇപ്പൊ തുടങ്ങാൻ പറഞ്ഞപ്പോ എല്ലാരും നിന്നോരൊക്കെ ഇരിക്കലോടത്തിക്കണം. ആരെക്കൊണ്ടും വയ്യ നിൽക്കാൻ. പണ്ട് ചെറുപ്പത്തില് മറ്റേ മദ്രസപ്പറമ്പിലൊക്കെ വയത് ഉണ്ടായിരുന്നു. അന്നിരുന്നത് ഇതുപോലെ പായും തലയാണൊക്കെ എടുത്താണ് വയലേക്കാൻ പോയിരുന്നത്. അതുപോലെ ഇപ്പൊ അവസ്ഥ. ഇവരെ പാട്ട് തീർന്നാലേ ഇപ്പൊ ഹോട്ടലുണ്ടാവുള്ളൂ. തുടങ്ങാൻ പോണേ ആകാശത്തെ കാണാൻ മോളിക്ക് നോക്കിക്കോ. ആകാശത്ത് നോക്കിക്കോ. ഫുൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിട്ടാ എല്ലാരും മൊബൈലിന്റെ വെളിച്ചത്തിലാണ്. Ladies and gentlemen, the firework will start within few minutes. Thank you. 2 മിനിറ്റ്.
അങ്ങനെ ഇതാ സംഭവം തുടങ്ങാൻ പോവാണ് കേട്ടാ. ഈ കണ്ട ജനങ്ങൾ മൊത്തവും കണ്ടില്ലേ, ഇത് മൊത്തവും ഈ ഒരു സംഭവം കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അതാ തുടങ്ങാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. സംഭവം തീർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പം തീർന്നു. അപ്പോൾ വീണ്ടും തുടങ്ങി.
തന്നെ എങ്ങനെയുണ്ട്? ഇത്രയും ഓരോ പടക്കം നമ്മള് കണ്ടിട്ടുണ്ടാ? ഇത് എത്രക്കുണ്ട് എണ്ണം പോലെ വച്ചില്ല. കണ്ടില്ല? ഇഷ്ടം